ഇപ്പോൾ നമ്മോടൊപ്പം റിട്ടയർഡ് SP ശ്രീ KM ആന്റണി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നമസ്കാരം KM ആന്റണി. ഇപ്പോൾ തെളിവുകളൊക്കെയാണ് പുറത്തു വരുന്നത്. തീർത്തും ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ, അതിൻ്റെ സ്ക്രീൻഷോട്ടുകളും ഒക്കെ ഇപ്പോൾ തെളിവുകളായി പുറത്തു വരികയാണ്. ഇപ്പോൾ കേസ് അത് മുറുകുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ ഇത്തരം തെളിവുകളൊക്കെ പുറത്തു വരുമ്പോൾ? അവസാന ഭാഗം ഒന്നുകൂടെ പറയണം. ഇപ്പോൾ ഈ ഒരു ചാറ്റുകളൊക്കെ പുറത്തു വരുന്ന ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. അപ്പോൾ കേസിൽ ഒന്നുകൂടെ ഈ ഒരു തെളിവുകളൊക്കെ നിർണായകമാവില്ലേ? കേസുകളിൽ തെളിവുകൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പം രാഹുൽ മാക്കൂട്ടത്തിന്റെ മൂന്നാമത്തെ കേസാണ്. ഇതേ സമാന രീതിയിലുള്ള 3 കേസുകളാണ് ഇപ്പോ നിലവിലുള്ളത്. അതിൽ ഒന്നിൽ അയാൾക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്, മറ്റൊന്നിന്റെ മുൻകൂർ ജാമ്യം പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു രാത്രിയില് ലോഡ്ജിൽ നിന്നും, അതായത് പാലക്കാടുള്ള KPM റീജൻസി എന്ന ഹോട്ടലിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അറസ്റ്റില് പാലിക്കേണ്ടതായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ട് എങ്കിൽ അത് അറസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. അതുപോലെ തന്നെ ഇത് ഗൗരവതരമായ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 2025 ജനുവരിയിലോ മറ്റോ നടന്നു എന്നാണ് ഇത് പറയുന്നത്. ഒരു ഡിലേ ഉണ്ട് FIRന്റെ കാര്യത്തില്. അങ്ങനെ കോടതിയിൽ വാദിക്കാൻ അല്ലെങ്കിൽ പ്രതിക്ക് വാദിച്ച് രക്ഷപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ചില ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇമെയിലിൽ വന്ന പരാതി പ്രകാരമാണ്. അതിപ്പോ BNSSന്റെ 184(1) പറയുന്ന നിബന്ധനകളുണ്ട്. അതുപോലെ തന്നെ FIRൽ എടുക്കുന്ന 173 BNSS പറയുന്ന നിബന്ധനകള്, ഇതൊക്കെ കൃത്യമായി പാലിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും ഒക്കെ ചലഞ്ച് ചെയ്യപ്പെടും. അത് കോടതിയിൽ അത് വാദിക്കപ്പെടുമെന്നുള്ളതാണ്. പോലീസിന് അത് അനുസരിച്ചുള്ള വിശദീകരണം നൽകേണ്ടതായി വരും. കേസിനെ സംബന്ധിച്ചിടത്തോളം കേസ് ശക്തമല്ലെന്ന് പറയാനൊക്കില്ല. കേസ് പോലീസ് നല്ല രീതിയിൽ അതിന്റെ പഴുതടച്ച് അന്വേഷണങ്ങൾ നടത്തി കഴിഞ്ഞാൽ കേസ് ശിക്ഷിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാവുന്ന ഒരു കേസ് തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ ഈ ഒരു 3ാം പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റ് ചെയ്ത ഈ ഒരു പോലീസ് നടപടിക്രമങ്ങളെ വിമർശിച്ചുകൊണ്ട് മുൻ DGP രംഗത്ത് വന്നിട്ടുണ്ട്, TP സെൻകുമാർ. ഈ ഒരു ബലാത്സംഗ പരാതിയിലെ ബാലപാഠങ്ങളൊന്നും പോലീസ് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വിമർശനമായി ഉയരുന്നത്. ഇല്ല, നമുക്ക് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ വിമർശിക്കാൻ പറ്റില്ല. നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ആയിരിക്കാം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നത്. കാരണം അവിടെ പാലക്കാട് നിന്ന് ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ഈ ഹോട്ടലിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയും അത് കഴിഞ്ഞ് അതിനുശേഷം ഈ കേസുകൾ ഇതേ സമാന സ്വഭാവമുള്ള ഇയാളുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കുന്ന SP, പോലീസ് സൂപ്രണ്ട്, വനിതാ സൂപ്രണ്ട് അവരെ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാണ് മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ അറസ്റ്റ് പ്രോപ്പർ അല്ല എന്നോ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിന് മതിയായ കാരണങ്ങൾ രേഖപ്പെടുത്തി ആ അറസ്റ്റ് റെക്കോർഡ് ചെയ്യുകയാണ് എങ്കിൽ പ്രോപ്പർ ആയിരിക്കും അറസ്റ്റ് എന്നുള്ളതാണ് അതിൽ പറയുവാനുള്ളത്. പിന്നെ 2 രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരാം. അപ്പം അത് എത്രമാത്രം എന്നുള്ളത് കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെടുമ്പോൾ കോടതി അതിനെ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് അതിലൊരു അഭിപ്രായം പറയാൻ സാധിക്കുകയുള്ളൂ. ഇതിപ്പം ആളെ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇനിയിപ്പം ജാമ്യാപേക്ഷ ഇവരിപ്പോ കസ്റ്റഡി ചോദിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അതിനുശേഷം ജാമ്യാപേക്ഷയിലുള്ള വാദം നടക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ അതിന്റെ മെറിറ്റിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും ഇപ്പോൾ ഈ സെൻകുമാർ പറയുന്നത് വെച്ച് ഇപ്പോൾ കാനഡയിൽ നിന്നും ഇമെയിൽ വഴിയാണ് ഈ ഒരു പരാതി ലഭിച്ചിരിക്കുന്നത്. അത് 0 FIR രജിസ്റ്റർ ചെയ്താൽ പോലും 3ാം ദിവസം പരാതിക്കാരി സ്റ്റേഷനിലെത്തി ഒപ്പിട്ട് നൽകേണ്ടുന്ന ഒരു വ്യവസ്ഥയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അത് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ TP സെൻകുമാർ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ? അല്ല, ഇതിനകത്ത് ഈ പറഞ്ഞ പഴയ FIR CRPC 154, ഇപ്പോൾ അത് 173 BNSSന്റെ സബ് ക്ലോസ് 1, 2 എന്നിവയിൽ പറയുന്ന ഒരു ഇമെയിൽ പരാതി വന്നാൽ എങ്ങനെയാണ് FIR രജിസ്റ്റർ ചെയ്യേണ്ടതിനെ സംബന്ധിച്ചിട്ട് അതിൽ വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പരാതി അങ്ങനെ വന്നു കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ നേരിട്ട് വന്ന് കൺസേൺ പോലീസ് സ്റ്റേഷനിലോ അല്ലെ പോലീസ് ഓഫീസറുടെ മുമ്പിലോ വന്ന് ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ FIR ആവുകയുള്ളൂ എന്നൊരു നിബന്ധന അതിൽ പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ അറിവുകളൊന്നുമില്ല.
ആ രീതിയിലുള്ള അത് അങ്ങനെ തന്നെയാണ് എങ്കിൽ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് അത് ചലഞ്ച് ചെയ്യപ്പെടേണ്ടതായിരുന്നു. അത് മജിസ്ട്രേറ്റിന്റെ വീട്ടിലാണ് ഹാജരാക്കിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ആ ബെയില് ആപ്ലിക്കേഷൻ പരിഗണിക്കപ്പെടുമ്പോൾ അത് തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു നിഗമനം കോടതി സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ശരി, വളരെയധികം നന്ദി ശ്രീ KM ആന്റണി ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.